ഒരു സുനിൽ സ്വാമിയെ ഓർമ്മയുണ്ടാകുമല്ലേ? ഒരു കയറ്റുമതി വ്യവസായക്കാരൻ. ശബരിമലയിൽ വർഷാവർഷങ്ങളായി തന്ത്രിമാർ മാറുമെങ്കിലും മേൽശാന്തിമാർ മാറുമെങ്കിലും ഈ സുനിൽ സ്വാമി മാത്രം മാറില്ല. നട തുറക്കുന്ന ദിവസങ്ങളിൽ ശ്രീകോവിലിന് മുന്നിൽ തന്നെ കാണും ഇതേ സുനിൽ സ്വാമി. ഒടുവിൽ ശബരിമലയിൽ ആർക്കും പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതിക്ക് ഈ സുനിൽ സ്വാമിയുടെ ഒറ്റ വിഷയത്തിൽ ഉത്തരവിടേണ്ടി വന്നു. അതും ഹൈക്കോടതി സ്വമേധയാ എടുത്തൊരു കേസിൽ. അത് 2024 ഡിസംബറിലാണ്. അന്ന് വിവാദ പുരുഷൻ ഇതേ സുനിൽ സ്വാമി വിവാദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. പക്ഷെ ഇത്തവണ അതിനുമൊരു മാറ്റമില്ല. ഇത്തവണ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരിടക്കാലത്ത് കീഴ്ശാന്തിയായി മല കയറി സന്നിധാനത്തെത്തിയ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി. വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ സ്വാമി എന്ന് വിളിക്കാം. രണ്ടുപേരും പാവം അയ്യപ്പ ഭക്തരെ പിഴിഞ്ഞ് VIP കളായ അയ്യപ്പ ഭക്തരുടെ ഓമനകളായി മാറി ഇടനിലക്കാരിൽ നിന്ന് നല്ല കാശുണ്ടാക്കിയ വ്യക്തികൾ. പണവും കയ്യൂക്കുമുള്ള VIP ഭക്തർ ഇരുവർക്കും പൊന്നോമനകളായിരുന്നു. അവരുടെ ഭക്തിക്ക് വിലടുകയായിരുന്നു ഈ രണ്ട് സ്വാമിമാരും ചെയ്തത്. ഒരാൾ സ്വാമിയെങ്കിൽ മറ്റൊരാൾ പോറ്റി. ഒടുവിൽ സംഗതി കൈവിട്ടപ്പോൾ 2024 മറ്റ് ഭക്തർക്ക് നൽകാത്ത പരിഗണന നൽകരുതെന്ന് സ്വമേധയാ ഈ കേസെടുത്ത ഹൈക്കോടതി ഉത്തരവിട്ടു. നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട സുനിൽ സ്വാമിയുടെ ഇടപെടലുകൾ മാസങ്ങളായി ഹൈക്കോടതി പരിശോധിച്ചു വരികയുമായിരുന്നു. വിവിധ വകുപ്പുകളിൽ നിന്നും ഹൈക്കോടതി സ്വമേധയാ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് വന്നത്. എന്നിട്ടും ദേവസ്വം ബോർഡ് കഴിഞ്ഞ മാസം വരെയും ആ വിധി പരിഗണിച്ചില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ കണ്ടില്ലെന്നടിച്ചു. സ്വർണ്ണപ്പാളി അപ്പാടെ ഇളക്കിയെടുത്ത് ചെന്നൈയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കൊണ്ടുപോയി ഓരോ വീടുകളിൽ കൊണ്ടുപോയി നടൻ ജയറാമിന്റെ വീട്ടിൽ വരെ കൊണ്ടുപോയി പൂജിച്ച ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചു. ശബരിമല മണ്ഡല സീസൺ എടുക്കുമ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ വ്രതം നോറ്റ് മല കയറിയെത്തിയാണ് അയ്യനെ വന്ന് വണങ്ങുന്നത്. ആ അയ്യന്റെ ശ്രീകോവിലിന്റെ പാളികളാണ് ഇങ്ങനെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ കൊണ്ടുവന്ന് കച്ചവടത്തിനായി പണം പിരിച്ച് പൂജിച്ച് കാശുണ്ടാക്കാനായി ചിലർ ശ്രമിച്ചത്. സ്വർണ്ണ കൊള്ള എന്നല്ലാതെ ഇതിന് മറ്റൊരു പേരും പറയാനുമില്ല. ഇപ്പോൾ പുറത്തു വന്നത് നടൻ ജയറാമിന്റെ വീട്ടിൽ വരെ കൊണ്ടു നടത്തിയ വാതിൽപ്പാളി പൂജകളാണ്. ഇനി പുറത്തു വരാനിരിക്കുന്നത് അതിലുമേറെ ഭീകരമായ വാർത്തകളാണ്. സുനിൽ സ്വാമിയുടെ കാര്യത്തിൽ 2024 ഡിസംബറിൽ ഹൈക്കോടതി കണ്ടെത്തിയത് ഇതൊക്കെയാണ്. എല്ലാ ദിവസത്തെ പൂജകളിലും സുനിൽ സ്വാമി സന്നിധാനത്ത് പങ്കെടുക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ശ്രീകോവിലിന് മുന്നിൽ സുനിൽ സ്വാമി ഉണ്ടാകാറുണ്ട്. നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അവിടെ സുനിൽ സ്വാമി സ്ഥിരമായി താമസിക്കുന്നു. ഈ പരിഗണനകളൊന്നും മറ്റൊരു ഭക്തർക്കും ലഭിക്കാറില്ല. വിർച്വൽ ക്യൂ വഴിയാണ് മറ്റ് ഭക്തർ സന്നിധാനത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ സുനിൽ സ്വാമി അങ്ങനെയല്ല. അതുകൊണ്ട് സുനിൽ സ്വാമിക്കും ഇനി വിർച്വൽ ക്യൂ വഴി ദിവസത്തിൽ ഒരു തവണയെങ്കിലും സന്നിധാനത്ത് ദർശനം അനുവദിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുവരെ ഹൈക്കോടതിക്ക് അങ്ങനെ വരെ പറയേണ്ടി വന്നു. പിന്നെ ശബരിമലയിലെ ഡോണർ ഹൗസായ സഹ്യാദ്രി പിൽഗ്രിം സെന്ററിലെ 401 മുറി കഴിഞ്ഞ 10 വർഷമായി ഈ സുനിൽ സ്വാമിയാണ് നിരന്തരമായി ഉപയോഗിച്ചു വന്നത്. ഡോണർ റൂമുകളിൽ ഒരു സീസണിൽ 5 ദിവസം മുറിയിൽ സൗജന്യമായി താമസിക്കാനും മറ്റു ദിവസങ്ങളിൽ 10 ദിവസം വാടക നൽകി താമസിക്കാനും ആ ഡോണർക്ക് അനുവാദമുണ്ട്. എന്നാൽ വർഷങ്ങളോളം അത് കൈവശം വയ്ക്കാൻ ആർക്കും ദേവസ്വം ബോർഡോ സർക്കാരോ ഹൈക്കോടതിയോ അനുമതി കൊടുത്തിരുന്നില്ല. പക്ഷെ സുനിൽ സ്വാമി അവിടെ താമസിച്ചിരുന്നു. അതിനൊരു അവസാനം ഉണ്ടാക്കിയത് ഹൈക്കോടതിയാണ്. ഇപ്പോൾ സുനിൽ സ്വാമി ദർശനത്തിനായി മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് കെട്ടുകെട്ടിയെത്തുന്നത്. എന്നിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് മറന്നു. VIP ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിട്ടൂരൻ ചാർത്തി നൽകിയപ്പോൾ നാടുനീളെ നടന്ന് സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഇടത് സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന പരിപാടികളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പിച്ചു വെച്ചത്. എന്നിട്ട് പറയുകയാണ്, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ, ഞാനൊരു പാവം പലിശ കൊടുപ്പുകാരനാണ്, പലിശ പിരിവുകാരനാണ്, തനിക്കൊന്നും അറിയില്ല എന്നാണ് ശബരിമലയിലെ ഈ പഴയ മുൻ കീഴ്ശാന്തി വിളിച്ചു പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി താങ്ങുപീഠം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റിടപാടുകൾ കൂടി പുറത്തു വരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതരുടെ ചിത്രങ്ങൾ, അവർക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ, അത് മനഃപൂർവ്വം അത്രയും ചിത്രങ്ങൾ എടുപ്പിക്കാൻ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടാക്കി എടുക്കുകയായിരുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഈ ബന്ധങ്ങളും ഇയാൾ തന്റെ പല തട്ടിപ്പുകൾക്കും ഇടനില പരിപാടികൾക്കും ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി,
പോലീസ് ആസ്ഥാനത്തെ ADGP അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുക്കിയെടുത്ത ഫോട്ടോ സെഷൻ നടത്തിയെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സെക്രട്ടറി വളപ്പിനകത്ത് കടന്ന ഒരു ആംബുലൻസ് കൈമാറും ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് എന്തോ സംസാരിക്കുന്നതും ആ ഫോട്ടോയിൽ കാണാം. പോലീസ് ആസ്ഥാനത്ത് ADGP ശ്രീജിത്തിനെ ആദരിക്കുന്ന ചിത്രവും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം പൂശുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപകമായ പണപ്പിരിവ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നെന്ന് ഇപ്പോൾ പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നത് ദുരൂഹം. ശബരിമലയിലുമുണ്ട് ദേവസ്വം വിജിലൻസ്, അതിനുമുണ്ട് സർക്കിൾ റാങ്കുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് സംവിധാനം. എന്നിട്ടും എന്തേ അറിഞ്ഞില്ല എന്നാണ് ചോദ്യം. ശബരിമലയിലെ സ്വർണ്ണപ്പള്ളി ബംഗളൂരുവിൽ കൊണ്ടുപോയത് പണപ്പിരിവിന് വേണ്ടിയാണെന്നും വിജിലൻസിന് ഇപ്പോൾ സംശയം തട്ടിയിട്ടുണ്ട്. ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ആന്ധ്രയിലുമൊക്കെ വരുത്തി തീർത്ത് അവിടുത്തെ ധനികരായ ഭക്തരിൽ നിന്നും പണപ്പിരിവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി വന്നതെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതാ പോലീസ് ആഭ്യന്തര വകുപ്പിന് കൈമാറി കഴിഞ്ഞു. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പള്ളി ശബരിമലയിലെ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പക്ഷത്തിൽ കൊണ്ടുചെന്ന് പൂജിച്ച് പണം പിരിച്ചെടുത്തു എന്നാണ് ഇപ്പോഴത്തെ വിവരം. ബംഗളൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കാര്യത്തുള്ള വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഇനി ദേവസ്വം വിജിലൻസുകാർ അദ്ദേഹത്തിന്റെ സമയവും സന്ദർഭവും ഒക്കെ അറിഞ്ഞ ശേഷം ചെന്ന് തെളിവെടുക്കുമെന്നാണ് അറിയുന്നത്. 8 വർഷം മുമ്പ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ പരികർമ്മികളിൽ ഒരാളായാണ് ശബരിമലയിൽ ഇയാളെത്തിയത്. പിന്നീട് ശബരിമലയിലെ VIP ഇടനിലക്കാരനായി മാറുകയായിരുന്നു. ഇനിയും എത്രയോ വിവരങ്ങൾ, എത്രയോ ബന്ധങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇനി വരാനുണ്ട്. എന്തായാലും കീഴ്ശാന്തി മാത്രമല്ല, കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ശബരിമലയിലെത്തിയ ഇദ്ദേഹം എങ്ങനെ VIP ഇടനിലക്കാരനായി മാറി എന്നതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം ആവശ്യപ്പെടുന്നത്. ദേവസ്വം ബോർഡാകട്ടെ കുറ്റപ്പെടുത്തുന്നത് UDF-നെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോൾ എന്താണ് പറയുന്നത്? എല്ലാം തങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്, തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് വിജിലൻസിനെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയ ദേവസ്വം മെമ്പർ ഉണ്ടായിരുന്നു, തങ്ങൾ അതുപോലെ ഓടില്ല. അപ്പോൾ സംഭവം നടന്നിട്ടുണ്ട്. അന്ന് അഴിമതി നടത്തിയപ്പോൾ ദേവസ്വം വിജിലൻസ് വന്നപ്പോൾ അന്നത്തെ മെമ്പർ ഓടി. ഇന്നും നടന്നത് അഴിമതിയും സ്വർണ്ണക്കടത്തും തന്നെയാണ്. വിജിലൻസ് വന്നില്ല, തങ്ങൾ ഓടുന്നില്ല. അതാണ് ഇപ്പോൾ PS പ്രശാന്ത് വളരെ ചങ്കൂറ്റത്തോടെ പറയുന്നത്. എന്തായാലും അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമേ ഒതുങ്ങില്ല എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ VD സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച